ആദർശപരമായി ഒന്നും പറയാനില്ല എന്നല്ലേ അതിൻ്റെ അർത്ഥം? ആദർശപരമായി എന്തെങ്കിലും ഒന്ന് പറയുകയാണെങ്കിൽ അതല്ലേ പറയാം. ഒരാളെ സ്വകാര്യതയിലേക്ക് ഒളിഞ്ഞു നിന്ന് ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കാൻ പാടുണ്ടോ? ഈ ക്ലിപ്പ് കേട്ടപ്പോ ചില വിഷയങ്ങൾ പറയാതിരിക്കാൻ വയ്യ. എന്താന്ന് ചോദിച്ചാൽ ചില ആളുകൾ ഇങ്ങനെ തെറ്റിദ്ധരിച്ചോ എന്ന് സംശയമുണ്ട്. നമ്മൾ എന്തിനാ അദ്ദേഹത്തിന്റെ സ്വകാര്യതയിലേക്ക് നമ്മൾ പോയത്? ഒരിക്കലും അദ്ദേഹത്തിന്റെ സ്വകാര്യതയിലേക്ക് നമ്മൾ പോയിട്ടില്ല, ഒരാളും പോയിട്ടില്ല. കാരണം അദ്ദേഹത്തിന്റെ സ്വകാര്യതയിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ പല വിഷയങ്ങളും നമുക്ക് പറയാനുണ്ട്. നേരത്തെ നമുക്ക് കേട്ട ഡീറ്റെയിൽസുകൾ ഒരുപാടുണ്ട്, സാക്ഷികൾ നിരവധിയുണ്ട്, അനുഭവസ്ഥരുണ്ട്, പലതുമുണ്ട്. എന്ത്, ഏത്, എങ്ങനെ, എപ്പോൾ, എവിടെ ഒന്നും ഞാൻ പറയണില്ല. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അതൊന്നും അതിലേക്കൊന്നും നമ്മൾ പോകുന്നേ ഇല്ല, അദ്ദേഹത്തിൻ്റെ സ്വകാര്യമായ ജീവിതത്തിലേക്ക്. ഈ വിശുദ്ധമായ കഴിഞ്ഞ റമദാനിൽ നമ്മുടെ ഉലമാഇനെ വളരെയധികം ആക്ഷേപിച്ച് സംസാരിച്ചു. സുന്നത്തി ജമാഅത്തിന്റെ പ്രചരണത്തിന് വേണ്ടി, ഇൽമിൻ്റെ വ്യാപനത്തിന് വേണ്ടി, നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപനങ്ങൾ നിലനിൽക്കുന്നതിന് വേണ്ടി നമ്മുടെ ഉലമാ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അതിൻ്റെ പ്രചരണവുമായി പോയപ്പോൾ ഈ സാക്ഷാൽ ഇവരെ ഷെയ്ഖ് എന്ന് പറയുന്ന കോമാട്ട് ജാൽ അബ്ദുള്ള മൗലവി, അദ്ദേഹം വന്യരായ ഷെയ്ഖുന സുൽത്താനുൽ ഉലമയെ പോലും വളരെയധികം മോശമായ രൂപത്തിൽ താങ്ങിപ്പിടിച്ചു കൊണ്ടുപോയി എന്ന് വരെ പറഞ്ഞിട്ട് റമദാനിൽ വന്യരായ ഷെയ്ഖുന ദുബായിലേക്കും മറ്റും പോയതിനെ, പേരോട് ഉസ്താദ് അടക്കമുള്ള ഉലമാവ് പോയതിനെ നിശിതമായി വിമർശിക്കുകയും അതുപോലെ തന്നെ റമദാന്റെ മുമ്പ് ചില ക്ലിപ്പുകളൊക്കെ ഇട്ട് വന്യരായ ഷെയ്ഖുന സുൽത്താനുൽ ഉലമയോട് നിങ്ങൾക്ക് ഷറഇൽ വറഅ് വേണ്ടേ മുസ്ലിയാരെ എന്ന് ചോദിച്ച് ഷെയ്ഖുന സുൽത്താനുൽ ഉലമയെ വളരെ നിശിതമായി വിമർശിച്ചപ്പോൾ, അതുപോലെ തന്നെ ഈ ഷവ്വാല് ഒരു 1.5 ഷവ്വാലായിരിക്കും നമ്മുടെ പ്രസ്ഥാനത്തെ അങ്ങേയറ്റം ഇല്ലായ്മ ചെയ്യാനുള്ള എല്ലാ പണിയും എടുക്കും, ഈ പ്രസ്ഥാനത്തെ വേരോടെ ഇവിടുന്ന് പിതറിയും, ഇത് 1.5 ഷവ്വാലാണ് എന്ന് വെല്ലുവിളി നടത്തിയപ്പോൾ, ഇങ്ങനെയൊക്കെ വെല്ലുവിളിച്ച ഇവരുടെ കാലഘട്ടത്തിന്റെ മശായിഖന്മാരിൽ പെട്ട ഉന്നതനായ വലിയ വ്യക്തിത്വം, ഇവരെ മുറബിയായ ഷെയ്ഖ്, റസൂലിന്റെ റസൂലായിട്ട് കടന്നു വന്ന വ്യക്തി, ഇന്ന് ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി ഖദ്ദസുല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ കദമിലായി ജീവിക്കുന്ന വലിയ മഹാൻ, ഇവരെ മുറബിയായ ഷെയ്ഖാകുന്ന കോമാട്ട് ജാൽ അബ്ദുള്ള മൗലവി, അദ്ദേഹം നമ്മളെ സാധാരണക്കാരായ ദീനി ബോധമുള്ള ഒരു സാധാരണക്കാരൻ അദ്ദേഹത്തിന്റെ ഭാര്യയെ കൊണ്ട് നടക്കുന്ന സൂക്ഷ്മത പോലും ഇല്ലാതെ മുഖവും മുൻകൈയും ഒക്കെ തുറന്നിട്ട് മക്കൾക്ക് ചെറുപ്പത്തിലെ സൂക്ഷ്മത പഠിപ്പിച്ചു കൊടുക്കേണ്ട ആ സൂക്ഷ്മത പാലിക്കാതെ ഏതൊക്കെയോ അന്യപുരുഷന്മാര് കൂത്താടുന്ന, മദാമമാര് കൂത്താടുന്ന, നഗ്നരും അല്ലെങ്കിൽ അതിനപ്പുറത്തുള്ളതും മുഴുവനും വെളിവാക്കി കൂത്താട്ടം നടത്തുന്ന ഒരു സിറ്റിയിലൂടെ, ഗ്ലോബൽ വില്ലേജ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തിലൂടെ ഈ ഭാര്യയെയും പിടിച്ച് നടക്കുന്നത് സ്വാഹിബുൽ വഖ്താണ്. റസൂലിന്റെ റസൂലാണ്, മുറബിയായ ഷെയ്ഖാണ്. ഇദ്ദേഹം തന്നെ നടക്കുന്നത് എങ്ങനെയാണ്? നമ്മളൊക്കെ ഫത്തുൽ മൊയ്നൊക്കെ ഓതുന്ന കാലത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, പണ്ഡിതന്മാര് സാധാരണക്കാരെ വേഷം ധരിക്കരുത്, അവാമുന്നാസിന്റെ വേഷം ധരിക്കരുത്, അവാമുന്നാസ് പണ്ഡിതരെ വേഷം ധരിക്കരുത്. ഇദ്ദേഹം പണ്ഡിതന്മാരെ വേഷം വലിച്ചെറിഞ്ഞ് ഏതോ ക്രിക്കറ്റ് കളിക്കാരൻ്റെയോ മറ്റോ അല്ലെങ്കിൽ ഫ്രീക്കൻ ചെക്കന്മാരുടെ വേഷം ധരിച്ച് ഒരു ഉളുപ്പില്ലാതെ നമ്മുടെ ഉലമാനെ മുഴുവനും ചീത്ത വിളിച്ച് ആക്ഷേപിച്ച്, നമ്മളെ ഉലമാന് ഷറഇൽ വറഅ് വേണ്ടേ മുസ്ലിയാരെ എന്ന് ചോദിച്ച് ആക്ഷേപിച്ച് നടന്നൊരു വ്യക്തി, അദ്ദേഹം ഇങ്ങനെ നടന്നപ്പോ അതിനെ പരസ്യമായിട്ട് ജനങ്ങൾക്കിടയിലൂടെ നടന്നതാണ്. അത് ഏതോ ഒരു സാധാരണക്കാരൻ, ഒരു വ്യക്തി, അദ്ദേഹം ഫോട്ടോ വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചു. അത് ഇദ്ദേഹത്തിന്റെ വെല്ലുവിളിയും ഇദ്ദേഹത്തിന്റെ നമ്മളെ ഉലമാവിനെ ആക്ഷേപിക്കലും എല്ലാം ഉണ്ടാകുമ്പോൾ ഈ വ്യക്തിയെ ഒന്ന് സമൂഹത്തിന് പരിചയപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. അദ്ദേഹത്തിന്റെ സ്വകാര്യമായ ജീവിതത്തിലേക്ക് നോക്കിയിട്ടല്ല, അദ്ദേഹം പരസ്യമായി ടൗണിലൂടെ നടന്നതാണ്, ജനങ്ങൾക്കിടയിലൂടെ നടന്നതാണ്. ഏതോ അല്ലെങ്കിൽ ഇദ്ദേഹം സ്വകാര്യമായ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് പോയത്, അതല്ലെങ്കിൽ പിന്നെ ഇദ്ദേഹത്തിന്റെ വീടിന്റെ അകത്തളങ്ങളിലേക്ക് ചെന്നുകാണ്ട് എടുത്ത വീഡിയോ അല്ല ഇത്. ആയിരക്കണക്കിന് ആളുകളുള്ള
ജനങ്ങൾ ഒരുമിച്ച് കൂടിയ, ജനങ്ങൾ കൂത്താട്ടം നടത്തുന്ന സ്ഥലത്തിലൂടെ പരസ്യമായി നടന്നതാണ്. ഇദ്ദേഹത്തിന് എന്ത് അധികാരമാണ്, അവകാശമുള്ളത് ഇങ്ങനെ നമ്മുടെ ഉലമാനെ വറവ് പഠിപ്പിക്കാനും, നമ്മുടെ ഉലമാനെ ആക്ഷേപിക്കാൻ, നമ്മുടെ ഉലമാനെ ചീത്ത വിളിക്കാനും, നമ്മുടെ ഉലമാനെ കുറിച്ച് വേണ്ടാത്തരങ്ങൾ പറയാൻ ഇദ്ദേഹത്തിന് എന്ത് അവകാശം എന്ന് ചോദിക്കാനാണ് ഈ ഒരു വീഡിയോ പ്രചരിപ്പിക്കേണ്ടി വന്നത്. അതല്ലാതെ ഇദ്ദേഹത്തിന്റെ മറ്റുള്ള ജീവിത അവസ്ഥകളിലേക്ക്, നമുക്കറിയുന്ന പല സംഗതികളിലേക്കും നമ്മൾ ഒരിക്കലും പോയിട്ടില്ല, പോകാൻ ആഗ്രഹിക്കുന്നുമില്ല, പോകുകയുമില്ല എന്ന് തെറ്റിദ്ധരിച്ചവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്. എന്താ നോസാതെ ഇത് അങ്ങനൊന്നും പറഞ്ഞാണ്ട് രക്ഷപ്പെടാന്ന് വിചാരിക്കണ്ട. അത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അയാള് വെറും ഒരാളല്ല. എന്താ ഇപ്പൊ ഒരാള് എന്ന് പറഞ്ഞേ? എന്താ ഇപ്പൊ സാഹിബുൽ വക്ത്, ഷെയ്ഖുന, മുദബ്ബിറുൽ ആലം, ഇതൊന്നും എന്താ പറയാത്ത? ലോകം പോറ്റുന്നവൻ, ലോകം നിയന്ത്രിക്കുന്നവൻ എന്ന് പറയാത്ത എന്താ? അയാൾ വെറും ഒരാളായി മാറിയപ്പം ഇവിടെ നിങ്ങൾ അങ്ങനെ പരിചയപ്പെടുത്തുന്നത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്തരം വിഷയങ്ങൾ പുറത്തു വിടേണ്ടി വരുന്നത്. ഞാൻ ഇന്നലെ പറഞ്ഞ മാതിരി ഇവിടെ ഒരുപാട് ഔലമാര്, ഒരുപാട് നൗഷാദുമാര് പല നിലക്കും നടക്കുന്നുണ്ട്. ആരെങ്കിലും ഇപ്പൊ അത് വീഡിയോ എടുത്താണ്ട് വിടുണ്ടോ, അല്ലെ ഫോട്ടോ എടുത്ത് വിടുണ്ടോ? അതേ സമയത്ത് നിങ്ങൾ അദ്ദേഹത്തെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഈ ലോകം നിയന്ത്രിക്കുന്ന ആള് എന്നാണ്, ലോകം പോറ്റുന്ന ആള് എന്നാണ്. ഈ നിലക്ക് മുദബ്ബിറുൽ ആലം, കുത്തുബുൽ ആലം എന്നൊക്കെ അയാളെ പരിചയപ്പെടുത്തി ആളുകളെ വഴി തെറ്റിക്കുമ്പോൾ, ഇതല്ലട്ടോ കുത്തുബുൽ ആലം, ഇതല്ലട്ടോ മുദബ്ബിറുൽ ആലം, ഇയാളല്ലട്ടോ ലോകം നിയന്ത്രിക്കുന്നവൻ, ഇയാൾക്ക് ഇയാളുടെ സ്വന്തം ഭാര്യനെ തന്നെ ശരിക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല, ഇയാൾക്ക് ഇയാളെ കുട്ടിയെ ശരിക്ക് തെർബിയത്ത് ചെയ്യാൻ കഴിയുന്നില്ല, അങ്ങനെയുള്ള ഒരാൾ അല്ല ഇവിടെ ലോകം നിയന്ത്രിക്കുന്നവൻ. കണ്ടോളി, ഇതാ ഇയാളുടെ അവസ്ഥ എങ്ങനെയാണ്, ഇയാളുടെ രൂപം കോലം ഇതാണ്, ഇയാള് ഗ്ലോബൽ വില്ലേജിലൂടെയാണ് നടക്കുന്നത്. അത് ആളുകളെ ബോധ്യപ്പെടുത്തേണ്ടത് ഞങ്ങളുടെ ആവശ്യം ഒരു വ്യക്തിയുടേതല്ല, മുദബ്ബിറുൽ ആലമിൻ്റെതാണ്. അത് പരിചയപ്പെടുത്തണ്ടേ? എന്നിട്ട് ഒരാളെ സ്വകാര്യതയിലേക്ക് കടന്നു കയറി, അതും സ്വകാര്യതയിലെ ഇപ്പം അത് ഇയാള് പരസ്യമായിട്ട് അർദ്ധനഗ്നരും പൂർണ്ണനഗ്നരുമായ മദാമകൾക്കിടയിലൂടെ ഇങ്ങനെ പോകുമ്പം അതിപ്പോ എന്താ ജി പറഞ്ഞേ? പിന്നെ സ്വകാര്യമായ പലതും ഞങ്ങളടുത്ത് ഇല്ലാഞ്ഞിട്ടല്ല, ഞങ്ങളടുത്ത് ഒരുപാടുണ്ട്, അതിപ്പം വിടണില്ല. ആവശ്യമായി വരുന്ന സമയത്ത് ഇൻഷാ അല്ലാഹ് ഓരോന്ന് ഇങ്ങനെ വിടും. അത് ഇജ് വിടും എന്ന് പറഞ്ഞ മാതിരി അല്ല ഞങ്ങൾ വിടും എന്ന് പറഞ്ഞാല്. വിടും എന്ന് പറഞ്ഞാൽ അത് വിട്ടിരിക്കും. ഇജെന്തേ പറഞ്ഞിന്? റമദാന്റെ തൊട്ട് മുമ്പത്തെ ദിവസം എല്ലാവരും തോരുന്നോളി, റമദാനിൽ നല്ലോ മനസ്സൊരുക്കി തോരുന്നോളി, മെശായിഖന്മാരെ നിർദ്ദേശം കെട്ട് കിട്ടേണ്ട താമസമുള്ള നമുക്ക് സമ്മതം കിട്ടിയ ശവ്വാൽ 1 മുതൽ ഓരോ ദിവസം ഓരോന്ന് ഇടണം എന്നേ പറഞ്ഞിനി. എൻ്റെ അടുത്തുള്ള ബോംബെ ആ സുലൈമാണ്ടിന്റെ അടുത്ത് അവിടെ പോയി, സുലൈമാണ്ടിന്റെ അടുത്ത് ഇവിടെ പോയി, അതിൻ്റെ ഒക്കെ വീഡിയോ ഞങ്ങളുടെ അടുത്തുണ്ട്, ബോംബെ ഞങ്ങളുടെ അടുത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇത് വലിയ പോത്താമ്പി കൊണ്ടുവന്നിനല്ലോ. പക്ഷെ അതിൻ്റെ അടുത്ത് ഒരു ചുക്കും ചുണ്ണാമ്പും ഇല്ല എന്നുള്ളത് ഇപ്പൊ എല്ലാവർക്കും ബോധ്യപ്പെട്ടില്ലേ? എന്താ ഇടാത്ത്? എനിക്ക് പരസ്യമായിട്ടില്ലേ കോമാട്ടുചാലിൽ അബ്ദുള്ള മൗലവി ആ മറ്റേ ഗ്ലോബൽ വില്ലേജിൽ ഇങ്ങനെ കറങ്ങി നടക്കണ ആ ഫ്രോഡ് ഷെയ്ഖ് എനിക്ക് തന്നത്? ദോസാദിനെ ഏൽപ്പിച്ചിക്കണെന്നാ പറഞ്ഞത്. എന്താ എന്നിട്ട് ഇജ്ജ് വിടാത്തത്? ശവ്വാലിപ്പം 15 ആനായി, 15 കഴിഞ്ഞു, ഇജ്ജെന്തേ വിടാത്തത്? എൻ്റെ അടുത്ത് ഒന്നുമില്ല കുട്ടിയെ. എൻ്റെ അടുത്ത് ഉണ്ടായിനി കുറച്ച് നനഞ്ഞ പടക്കം, അയിജ് ഇടുട്ടോ പൊട്ടിച്ചുട്ടോ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങളത് ഉണക്കിയാണ്ട് ഞങ്ങളതാണ് പൊട്ടിച്ച്. അതാ മുല്ലപ്പൂമാല പൊട്ടിച്ച് പറഞ്ഞില്ലേ? എൻ്റെ അടുത്ത് ഇനി ഒരു ചുണ്ണാമ്പും ഇല്ല. ഉണ്ടെങ്കിൽ ഇട് ചങ്ങായി, ഇജ്ജ് ശവ്വാൽ 1 മുതൽ ഇടുന്ന് പറഞ്ഞല്ലേ ഇനി. എന്നിട്ട് എവിടെ അത്? അപ്പൊ ഞങ്ങളടുത്ത് അങ്ങനത്തെ ഇടുന്ന് പറഞ്ഞ സൈസുള്ളതല്ല, ഞങ്ങളടുത്ത് ഉണ്ട്. ആ കൊടകിലൂടെ ഒക്കെ ഇങ്ങോട്ടൊക്കെ കറങ്ങിയാൽ കുറെ കിട്ടാണ്ട്, കുറെ കിട്ടിയതുണ്ട്. അതൊന്നും ഇപ്പൊ ഞങ്ങൾ വിടണില്ല. ആവശ്യമായി വരുമ്പം വിടാൻ വേണ്ടി വെച്ചിക്കാണ്. അപ്പൊ ഞങ്ങൾ ആലിമീങ്ങൾക്കെതിരിൽ വല്ലാതെ കുതിര കയറണ്ട കേട്ടാ. ബഹുമാനപ്പെട്ട ശൈഖുന റയീസുൽ ഉലമ ഉസ്താദ് അവർകളെ അടക്കം എന്തെല്ലാം ഭാഷയിലാണ് നിങ്ങൾ പറയുന്നത്? കുറെയൊക്കെ നമ്മൾ ഇത് സഹിക്കും. ആലിമീങ്ങൾക്കെതിരെ വല്ലാതെ കയറിണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞങ്ങളെ കയറിയിട്ടാണ്ട് മാന്തിയാണ്ട് കീറിയാണ്ട് ഇടലേ കയറും. നമ്മുടെ അടുത്ത് ഇല്ലാഞ്ഞിട്ടല്ല. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിച്ചോളി. ഇൻഷാ അല്ലാഹ് ആവശ്യമാവുമ്പം ഞങ്ങൾ ഇത് വിടും. അത് കുറച്ച് സ്വകാര്യീകാരം.